പലരും ചില വലിയ ഗുണ്ടകളായിട്ട് വന്നവർ വലിയ അപകടത്തിലേക്ക് പോയവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ കാരകനാകുന്ന ബുധൻ്റെ പ്രത്യേകത ആദിത്യനും ബുധനും ഒന്നായിട്ട് നിന്നാൽ, ഒരുമിച്ച് നിന്നാൽ നിഗുണയോഗം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. നൈപുണ്യം വരുമെന്നൊക്കെ. ആദിത്യനും ശനിക്കും ഒത്തിരി പ്രാധാന്യം ഉണ്ട് എങ്കിൽ വേദാന്ത ബോധം വരും. ഒരു ചുവട് പോയ തൊട്ടിയുടെ അവസ്ഥയാണ്. ഈ കിണറ്റിലിട്ട് വെള്ളം കോരാം, പക്ഷെ വെള്ളം കോരി പൊക്കുമ്പോൾ വെള്ളമില്ല, കാരണം ചൂടില്ലല്ലോ. ചെറുപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജീവൽ സമാധിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഒട്ടുമിക്ക ജീവൽ സമാധികളും ഉത്രം നക്ഷത്രത്തിലാണ് സംഭവിക്കാറുള്ളതെന്ന് സാർ പറഞ്ഞു. അങ്ങനെ നോക്കുവാണെ, ഈ ജ്യോതിഷവശ നോക്കുവാണെ ഉത്രം നക്ഷത്രത്തിന് ഇതുമായിട്ട് എന്താണ് ഇത്രയും ബന്ധം വരാൻ കാരണം? ഉത്തര നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം ഒരുപാടാണ്. എൻ്റെ ഇതുവരെയുള്ള അനുഭവം, ജ്യോതിഷ രംഗത്തുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഉത്തര നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ ഏറ്റവും ശ്രേഷ്ഠരാണ്. അത് ഉത്രത്തിൽ കാലാണെങ്കിലും മുക്കാലാണെങ്കിലും. അതിൽ അപൂർവം ആളുകളേ ഉള്ളൂ വളരെ മോശക്കാരാകുന്നത്. ബാക്കി എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹനിലയുടെ വിശേഷം കൊണ്ടൊക്കെ നന്മയുള്ള ആളുകളായി തീരുന്നവരാണ്. 27 നാളുകളിൽ 26 നാളുകളും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട് എനിക്ക്. 26 നാളുകളും ഗ്രഹനില നന്നാകുന്നതിൻ്റെതായ നന്മകളായി കാണിക്കുന്നത്. പക്ഷെ ഉത്രം ഇപ്പോൾ സ്വതസിദ്ധമായിട്ടേ നന്മയുള്ളവരാണ് ഉത്രക്കാർ, ഒരുപാട് നന്മയുള്ളവരാണ്. വലിയ ചതിയും വഞ്ചനയൊന്നുമില്ല. അപൂർവം 1000 പേരെ എടുത്ത 4-5 പേരൊക്കെ വളരെ മോശക്കാരായിട്ട് കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ മോശക്കാർ? അത് ഗ്രഹനിലയിലെ ദോഷമുണ്ട്. ബാക്കിയുള്ള നാളുകളിലൊന്നും ഈ പ്രത്യേകത കാണുന്നില്ല. ഒരുപാട് നന്മയുള്ള ആളുകൾ, ഒരുപാട് സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്നവർ, ബോധാതീതത്വത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഈ ഭക്തരും ഇഷ്ടദേവത ഉപാസനക്കാരും സഗുണ ബ്രഹ്മോപാസനക്കാരും സിദ്ധ സമ്പ്രദായങ്ങളിൽ കൂടുന്നവരും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും അല്ലാതെ അതിനതീതമായിട്ട് ബോധാതീതത്വത്തിലേക്ക് അല്ലെങ്കിൽ അതിബോധത്തിലേക്ക് ഇനി എന്തെന്നുള്ള ഒരു ചിന്താ നിരീക്ഷണത്തിലൂടെ എത്തിയിരിക്കുന്ന ഒരു വലിയ തലമുണ്ട്. ആ അനന്തതയെ പുലുകിയിരിക്കുന്നവർ മിക്കവരും ഉത്തര നക്ഷത്രക്കാർ തന്നെ. പല സന്യാസികളെ കുറിച്ചൊക്കെ അറിയുമ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും നിലയ്ക്കുന്നില്ല. അവരൊരു പുസ്തക പണ്ഡിതരായിട്ട് പുസ്തകത്തിൽ കണ്ട കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നവരായിരിക്കുകയില്ല. അവർ കണ്ടത് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. മിക്കവാറും ഉത്തര നക്ഷത്രക്കാർ. അല്ലാത്ത നക്ഷത്രക്കാരുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും ഞാൻ കണ്ടിട്ടുള്ള പലരും അങ്ങനെ തന്നെ. പക്ഷെ അവരൊന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരോ അങ്ങനെ ചിന്തിക്കുന്നവരോ പോലുമല്ല. അതുകൊണ്ട് പലപ്പോഴും അവർക്കൊന്നും വലിയ പബ്ലിസിറ്റിയോ ഒന്നും ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഉണ്ടായവരും ഉണ്ട്. ഇപ്പോൾ ഓഷോ രജനീഷൊക്കെ ഉത്തരമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഗ്രഹനിലയെക്കുറിച്ചൊന്നും വലിയ വിശാലമായ പഠനം നടത്തിയിട്ടില്ല. പക്ഷേ ഉത്രം നക്ഷത്രമാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ പ്രത്യേക പരിഗണന കൊടുക്കും. അവർ പറയുന്ന പോയിന്റ്സും ജ്യോതിഷം നോക്കാനിരിക്കുമ്പോഴും മറ്റാളുകളില്ല എങ്കിൽ ഞാൻ ഇത് കഴിയുമ്പോൾ ആരെയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ പോലെ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്കിനിയും പ്രായോഗിക കാര്യങ്ങൾ ഒത്തിരി പഠിക്കണമല്ലോ. ജ്യോതിഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ ആളില്ല, ഞാൻ മറികിടക്കാവുന്നോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാവുന്നോ ഒന്നും ചിന്തിക്കുകയില്ല. ഞാൻ അടുത്ത് അവരെക്കുറിച്ച് അവരുടെ ഇതുവരെയുള്ള ജീവിതം, ജ്യോതിഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ആളുകളില്ല, താങ്കൾ ചെയ്യുന്ന മേഖലയെക്കുറിച്ച് കുറച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിരിക്കും. അതിൻ്റെ എന്നിലെ പഠിതാവിൻ്റെ ഒരു മോഹമാണ്. ഞാനപ്പോഴും ചോദിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴൊക്കെ ഉത്രം നക്ഷത്രക്കാരുടെ വീക്ഷണ കോണം മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് പൊതുവെ. പിന്നെ പലരും ചില വലിയ ഗുണ്ടകളായിട്ട് വന്നവർ വലിയ അപകടത്തിലേക്ക് പോയവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ വേദി ഉണ്ടായപ്പോൾ ഞാൻ ബോധപൂർവം പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഉത്തരക്കാർ മിക്കവരും ഭൂരിപക്ഷം പേരും ഏറ്റവും നല്ലതായിട്ട് ഇവരൊക്കെ എങ്ങനെയായി വന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ആഴത്തിൽ സംസാരിക്കുമ്പോൾ അവരുള്ളിൻ്റെ ഉള്ളിൽ വലിയ ബോധവികാസമുള്ളവരാണ്. പ്രായോഗിക ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ടവരോ ജനം അങ്ങനെ അവർക്ക് ഒരു നിർവചനം കൊടുത്തതോ ഒക്കെയാണ്. എന്നാൽ ചില കുഴപ്പക്കാരും ഉണ്ട്. അപ്പോഴായിരിക്കും അവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു ഗ്രഹനിലയിലും കാണാത്ത വിധം അതേപോലെ ദോഷം വന്നവരായിട്ടുള്ളത്. നമ്മളിപ്പോൾ പൊതുവേ ഉത്തരക്കാരെ നമുക്ക് കൂട്ടുപിടിക്കാം, കൂടെ കൊണ്ടു നടക്കാം. വിവാഹ ജീവിതത്തിലൊന്നും കലഹിക്കത്തില്ല, സംശയരോഗം വരത്തില്ല, സ്വന്തമാക്കാനുള്ള മനസ്സ് വരത്തില്ല. പൊസസീവ്നെസ് ഉണ്ടല്ലോ, ഈ ആരെയെങ്കിലും കൂട്ടുകൂടിയ പിന്നെ അവർ നമ്മുടേത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോയി എന്തിനും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇങ്ങനെയുള്ള യാതൊരുവിധ കാര്യമില്ല. ഒരു ചുവട് പോയ തൊട്ടിയുടെ അവസ്ഥയാണ്. ഈ കിണറ്റിലിട്ട് വെള്ളം കോരാം, പക്ഷെ വെള്ളം കോരി പൊക്കുമ്പോൾ വെള്ളമില്ല, കാരണം ചൂടില്ലല്ലോ.
ചുവട് പോയി. അപ്പോൾ അതേപോലൊരു മാനസികാവസ്ഥ അതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ഈ വേദാന്തം അല്ലെങ്കിൽ മഹാദാർശനികതയൊക്കെ വഴങ്ങുന്നത്. നമ്മൾ ജപിച്ചും തപിച്ചും ഇരിക്കുകയോ കുറേ സിദ്ധികൾ ഉണ്ടാക്കുകയോ കുറേ കാര്യങ്ങൾ നേടുകയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ മെറ്റീരിയൽ വേൾഡിന് അപ്പുറമുള്ള ഒരു തലത്തിലേക്ക് ബോധം വികസിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ അവരെയൊന്നും അങ്ങനെ നയിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ്. ഞാൻ കണ്ടിടത്തോളം വലിയ പ്രശ്നക്കാരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്രം നക്ഷത്രത്തിന് ഇത്രയും വലിയ മഹത്വമുണ്ട്. കാരണം കാർത്തിക, ഉത്രം, ഉത്രാടം ആദിത്യൻ്റെ നക്ഷത്രമാണ്. ആദിത്യൻ്റെ നക്ഷത്രമാണ്. അതിൽ ഒരു വിഭാഗം കുറച്ച് പേര് എന്നുവെച്ചാൽ ഈ ഉത്രത്തിൽ കാല്, കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവ ആദിത്യൻ്റെ നക്ഷത്രമാണ്. അതിലെ ഉത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഉത്രത്തിൽ കാല് ചിങ്ങക്കൂറും ഉത്രത്തിൽ മുക്കാല് കന്നിക്കൂറുമാണ്. അതുകൊണ്ട് പൊതുവെ പറയും ഉത്തരത്തിൽ മുക്കാലുകാരാണ് കൂടുതൽ ശ്രേഷ്ഠരെന്നൊക്കെ പറയും. ഞാൻ നോക്കിയെടുത്തോളം ഉത്തരത്തിൽ മുക്കാലും ഉത്തരത്തിൽ കാലും എന്നൊരു വ്യത്യാസമേ വലിയതായിട്ട് കാണുന്നില്ല. ആദിത്യൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയിലാണ് ഈ ഉത്തരത്തിൽ കാലുകാരൻ നിൽക്കുന്നത്. ആദിത്യനും ശനിക്കും ഒത്തിരി പ്രാധാന്യമുണ്ട് എങ്കിൽ വേദാന്ത ബോധം വരും. അപ്പോൾ ആദിത്യന് പിന്നെ ഉത്തരത്തിൽ മുക്കാലുകാരാണെങ്കിൽ ബുധൻ്റെ രാശിയാകുന്ന കന്നി രാശിയിലാണല്ലോ കന്നിക്കൂറുകാർ. അപ്പോൾ ബുദ്ധിയുടെ കാരകനാകുന്ന ബുധൻ്റെ പ്രത്യേകത ആദിത്യനും ബുധനും ഒന്നായിട്ട് നിന്നാൽ, ഒരുമിച്ച് നിന്നാൽ നിപുണയോഗം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. നൈപുണ്യം വരുമെന്നൊക്കെ. ഇങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ നമുക്കിതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇതിൻ്റെ കാരണങ്ങളായിട്ടൊക്കെ പറയുന്ന അതാണ്. അപ്പോൾ ആദിത്യൻ്റെ നക്ഷത്രക്കാർ ബുധൻ്റെ രാശിയാകുന്ന കന്നിരാശിയിൽ ജനിക്കുമ്പോൾ ആ പ്രത്യേകതകളൊക്കെ വരും. പലരും വളരെ നിർവികാരരാണ്. എന്ന് വെച്ചാൽ നിർവികാരത എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞത്. ഈ അടക്കി പിടിക്കുക, മുമ്പേ പറഞ്ഞല്ലോ, സ്വന്തമാക്കാനുള്ള മോഹമില്ല. മാത്രമല്ല വികാരങ്ങളിൽ അങ്ങ് ഭ്രാന്തി പിടിക്കുകയില്ല, ആസക്തരല്ല. ഇപ്പോൾ ലൈംഗികതയിലാണെങ്കിലും മറ്റുള്ളതിലും വാത്സല്യമൊക്കെ വന്നാൽ അങ്ങ് ഭ്രാന്തി പിടിക്കുക, അല്ലെങ്കിൽ സ്നേഹം വന്നാൽ ഭ്രാന്തി പിടിക്കുക, അല്ലെങ്കിൽ ലൈംഗികത വന്നാൽ ഭ്രാന്തി പിടിക്കുക, അല്ലെങ്കിൽ സ്വത്തുണ്ടാക്കുന്നതിൽ ഇങ്ങനെയുള്ള ഒരു മാക്സിമം ലെവലിലേക്ക്, എക്സ്ട്രീം ലെവലിലേക്ക് വൈകാരിക തലം ഇല്ലാത്ത ആളുകളാണ്. ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ല, ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകും. ചിലരാണ് അധികം മിണ്ടുന്നവർ പോലുമല്ല. ഇപ്പോഴാ ഉത്തരം നക്ഷത്രം ഈ സമാധിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് അതായിരിക്കാമെന്നാണ് കാണുന്നത്. ആയിരിക്കാം, ഇങ്ങനെയുള്ള ഒന്നെന്നല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും. ഈ ആദ്യത്തിന് ബലമുള്ള നക്ഷത്ര ദിവസം തന്നെ പോവുക, അതായിരിക്കും. അതിലെ ആ മുഹൂർത്തം വീട്ടിലേൻ്റെ 2 മണിയെന്നോ അച്ഛനിങ്ങനെ പറഞ്ഞിട്ട്, അച്ഛൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു 2 മണി സമയം മറ്റായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ കുംഭമാസത്തിലെ 2 മണിക്ക് വരാവുന്ന രാശി എടുക്കണം, ഉദയാരൂഢം സൂര്യൻ നിൽക്കുന്ന രാശി, അങ്ങനെയൊക്കെ കുറേ ഗവേഷണങ്ങൾ നടക്കും അതിനകത്ത്. പിന്നെ ഇനിയും താളിയോലകളൊക്കെ തപ്പിയെടുത്തിട്ട് അതിലെ കുറേ കാര്യങ്ങളൊക്കെ, എനിക്കാണെങ്കിൽ ഇപ്പം വ്യാവഹാരിക ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ പലതിനും സമയമില്ല. അപ്പോൾ അതിൻ്റെ ആ സൂക്ഷ്മതയെക്കുറിച്ച് അറിയണം. പിന്നെ മറ്റ് 7 വീടുകളിലും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ വേറൊരു താന്ത്രിക കുടുംബം ഉണ്ടായിരുന്നു. അവിടുത്തെ ഗ്രന്ഥങ്ങളെല്ലാം സർക്കാർ കൊണ്ടുപോയി അവരുടെ ഒരു ആവശ്യത്തിന് പോലും നോക്കാൻ ഒത്തിട്ടില്ല എന്ന് പറയുന്നത്. മറ്റുള്ളിടത്തെയൊക്കെ ആധുനികരായി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചെന്നൊക്കെ കേട്ടു. ആവശ്യമില്ല എന്നൊക്കെ തോന്നിയിട്ട് കത്തിച്ച് ഇങ്ങനെയൊക്കെ കേട്ടു. എന്തായാലും ഇപ്പോൾ നിലവിലെല്ലായിടമൊന്നും ഈ സംഭവം രേഖകളൊന്നും കാണുന്നില്ല. എൻ്റെ വീട്ടിലുള്ളതും ഇനി മറ്റുള്ളിടത്തേക്ക് കൂടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ നോക്കി കുറേ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു ഗവേഷണം അർഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ ആ ഒരു മഹാപ്രഭാവം നന്മയായിരിക്കും ഈ ദിവസം തന്നെ. കാരണം ഇനി വേറെ കുറേ അഭ്യൂഹങ്ങളുണ്ട്. അതിപ്പോൾ പൊതുവേദിയിൽ നമ്മൾ ഈ ഉത്തരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു റിസർച്ചിങ് ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന എനിക്ക്, ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന എനിക്ക് ഒരു കണിശതയില്ലാതെ കയറി പറഞ്ഞ് സ്ഥാപിക്കാൻ അത്ര ആഗ്രഹമില്ലാത്തതിനാൽ ഉത്തര നക്ഷത്രത്തിൽ സമാധിയാകാൻ പറ്റിയ വേറെ കാരണങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.